നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വർഷം മസ്കറ്റ് നൈറ്റിനെ പറ്റി നമ്മുടെ ചാനലിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇത്തവണ നമുക്ക് മസ്കറ്റ് നൈറ്റ് വന്നപ്പം പ്രോഗ്രാം ഒന്ന് കാണാൻ പോയി. അപ്പോൾ നിങ്ങളെ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. മസ്കറ്റ് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മസ്കറ്റ് മുനിസിപ്പാലിറ്റി നടത്തുന്ന ഒരു കൾച്ചറൽ പ്രോഗ്രാമാണ്. എല്ലാ വർഷവും ഉണ്ടാവും. മോസ്റ്റ്ലി വിൻ്റർ ടൈമിലായിരിക്കും ഇതുണ്ടാവുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടാവും. ഒപ്പം നല്ല ഫുഡ് കോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ മസ്കറ്റിന് മൊത്തത്തിലൊരു ഊർജം പകരുന്ന, ഒരാഘോഷമാക്കുന്ന ഒരു സംഗതിയാണ് മസ്കറ്റ് നൈറ്റ്. നമ്മളിപ്പോൾ ഈ മസ്കറ്റ് നൈറ്റ് നടക്കുന്ന കുറം പാർക്കിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ നസീം പാർക്കിലാണ് മസ്കറ്റ് നൈറ്റ് നിങ്ങളെ കാണിച്ചത്. ഇത് കുറം പാർക്ക്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ് ഇവിടുത്തെ കുറം. ഒരുപാട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കണ്ടില്ലേ? അതിലെല്ലാം മോട്ടോറൈസ്ഡ് ആണ്. അതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. എല്ലാം ചൈനീസിൻ്റെ സെറ്റപ്പാണെന്ന് തോന്നുന്നു. എല്ലാ മേഖലയിലും ചൈനയുടെ ആധിപത്യമാണ്. നിരവധി പേര് മസ്കറ്റ് നൈറ്റ് കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. മസ്കറ്റിന് പൊതുവെ ഒരു ഉത്സവ രാവാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാളും അമ്പലത്തിലെ ഉത്സവങ്ങളും ഒക്കെ ഇതിലും മനോഹരമാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കൊണ്ടും വൃത്തി കൊണ്ടുമൊക്കെ അതിമനോഹരം തന്നെയാണ്. പക്ഷേ ഒരു ഡെപ്ത്, ഒരു കൾച്ചറൽ ഡെപ്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ആഘോഷങ്ങൾ ഇതിലും മനോഹരമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് ആൾക്കാരിങ്ങനെ വരുന്നുണ്ട്. കണ്ടില്ലേ, മൊത്തത്തിൽ ലൈറ്റിൻ്റെ ഒരു കളിയാണ് ഇവിടെ. വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റിംഗ് കൊണ്ടാണ് ഇത് നമ്മളെ ആകർഷിക്കുന്നത്. റിച്ചിക്കുട്ടൻ ഇങ്ങനെ ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്. അവനിതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഒമാനികളൊക്കെ കന്തൂറയൊക്കെ ഇട്ട് പോകുന്നുണ്ട്. പുരുഷന്മാർ കന്തൂറയും സ്ത്രീകൾ പർദ്ദയും ഇട്ടിട്ടാണ് ഇവിടെ ഇതുപോലെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും വരാറ്. അതാണ് ഈ നാടിൻ്റെ ഒരു ഡ്രസ് കോഡ് എന്ന് വേണേൽ പറയാം. എന്തൊക്കെയായാലും അവരുടെ ആ വസ്ത്രങ്ങൾ വളരെ മനോഹരമാണ്. നല്ല നീറ്റായിട്ട് അത്രയ്ക്ക് അടിച്ച് മനോഹരമായിട്ടേ നടക്കുകയുള്ളൂ അവർ. കണ്ടില്ലേ, മഷ്റൂമിൻ്റെ ഷേപ്പിലുള്ള കുറേ ലൈറ്റിങ്സൊക്കെയാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ കാർട്ടൂൺ കഥാപാത്രങ്ങളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുകയാണ്. കൊള്ളാമല്ലേ? നല്ല രസമുണ്ട് കാണാൻ. ഒരു ലയണാന്ന് തോന്നുന്നു. റിച്ചിക്കുട്ടൻ ലയണിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാമല്ലേ? ലൈറ്റ് വെച്ചിട്ടുള്ള ലേസർ, ഡിഫറെൻറ്റ് പാറ്റേൺസൊക്കെ ആ ട്രീസിലൊക്കെ ഉണ്ടാക്കുകയാണ്. കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കാണാൻ.
മസ്കറ്റ് എന്ന് പറയുന്ന നഗരം പൊതുവെ ശാന്തമായൊരു നഗരമാണ്. അപ്പോൾ ഇടയ്ക്ക് ഇത്തരം മസ്കറ്റ് നൈറ്റ്സും പ്രോഗ്രാമും ഒക്കെ വരുമ്പോഴാണ് ഒരു വൈബുള്ളത്. മറ്റ് ഗൾഫ് നാടുകളെ സംബന്ധിച്ച് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ UAE ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഇത്തരം ഫെസ്റ്റുകളൊക്കെ വളരെ കുറവാണ്. കണ്ടില്ലേ, വിവിധ തരത്തിലുള്ള ഫുഡ് കോർട്ടുകൾ ഇവിടെയുണ്ട്. ഒരുപാട് ടൈപ്പ് ഫുഡ് കോർട്ട്സ് ഉണ്ട്, ഫുഡിൻ്റെ സ്റ്റാളുകളുണ്ട്. ഇതവരുടെ എന്തോ സാധനമാണ്, സ്പ്രേ പോലത്തെ എന്തോ ഐറ്റമാണ്. ഹോഴ്സ് കഫേ. അങ്ങനെ ഓരോ രാജ്യക്കാരുടെയും കഫേ ഉണ്ട് കേട്ടോ. എന്തുകൊണ്ട് ഇന്ത്യൻ കഫേ ഉണ്ട് ഇവിടെ. നമ്മുടെ ഇന്ത്യൻ വിഭവങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഉഴുന്നുവടയും ചായയും ഒക്കെ ഉണ്ട് ഇവിടെ. ഒമാനികളും വന്ന് നമ്മുടെ ഉഴുന്നുവടയൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഒമാനികൾ നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ വരാറുണ്ട്, നമ്മുടെ പൊറോട്ടയും ബീഫും ഒക്കെ കഴിക്കാറുണ്ട്. ഇതെല്ലാം ഫുഡ് സ്റ്റോളുകളാണ് ഇവിടെ. ഈ ഏരിയാസിൽ മൊത്തം ഫുഡിൻ്റെ, വിവിധ രാജ്യക്കാരുടെ ഫുഡിൻ്റെ ഒരിതാണ്. സ്റ്റോളുകളാണ് കൂടുതലും. നമുക്കിതിങ്ങനെ കണ്ട് പോവാം. ഇതാ ചൈനീസിൻ്റെ വന്നിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോഫി. തായ്ലൻഡിൻ്റെ സ്റ്റാൾ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ രാജ്യക്കാരുടെയും ഒരു എക്സിബിഷനാണ് നടക്കുന്നത്. അവരുടെ കൾച്ചറൽ, അവരുടെ ഫുഡ്, അതിൻ്റെയൊക്കെ ഒരു എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചകളാണിതെല്ലാം. നമുക്ക് ഈ ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇത്തരം പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ കഴിയും. ഒമാനിൽ എല്ലാത്തരം ആൾക്കാരും വളരെ ശാന്തമായിട്ട് അവരുടെ ജോലികളൊക്കെ ചെയ്ത്, ഇന്ത്യൻസ് ആണെങ്കിലും പാകിസ്ഥാനീസ്, ഫിലിപ്പിനോസ്, തായ്ലൻഡ്, എല്ലാ രാജ്യക്കാരും ഉണ്ട് ഇവിടെ. എല്ലാവരും വളരെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു മനോഹരമായ രാജ്യമാണ് ഒമാൻ. ഇതാ ഒരു ലൈറ്റ് ഗാർഡൻ മൊത്തം ലൈറ്റിങ് ചെയ്തിരിക്കുകയാണ്. ട്രീസ് മൊത്തം കൊള്ളാം, മനോഹരമായിട്ടുണ്ട്. കൊള്ളാമല്ലേ? റിച്ചിക്കുട്ടൻ ശരിക്കും എൻജോയ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഒരു കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്ന ഒരു വേദിയിലേക്ക് വന്നിരിക്കുകയാണ്, ഒരു സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഒരു ഇന്ത്യൻ സംഘമാണിത്. അവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്, പാട്ട് പാടി തകർത്തുകൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ട്രൂപ്പാണിത്. അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കാരുണ്ട്, ഒമാനികളൊക്കെ ഇവരുടെ താളത്തിനൊത്ത് തുള്ളുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്. പാകിസ്ഥാനികളും എല്ലാം വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. താളങ്ങൾ വളരെ കൊഴുക്കുകയാണ്. എല്ലാവരും നല്ല മൂഡിലാണ്. കണ്ടില്ലേ ഡാൻസ് കളിക്കുന്നത്.
ഈ കൾച്ചറൽ പ്രോഗ്രാംസാണ് മസ്കറ്റ് നൈറ്റിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഹിന്ദി പാട്ടുകൾ പാടി അവർ രംഗം വളരെ കൊഴുപ്പിക്കുകയാണ്, രസകരമാക്കുകയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഗാനമേള അല്ലെങ്കിൽ ഇത്തരം ഓപ്പൺ സ്റ്റേജിലുള്ള മ്യൂസിക് പ്രോഗ്രാംസ് എല്ലാവരിലും ആവേശം കൊള്ളിക്കാറുണ്ട് എല്ലാവരെയും. നമ്മുടെ നാട്ടിലാകുമ്പോൾ ചില ചേട്ടന്മാർ ചില പ്രത്യേക തരത്തിലുള്ള ഡാൻസുകളൊക്കെ കളിക്കാറുണ്ട്. അമ്പലപ്പറമ്പിലൊക്കെ നമ്മൾ ഗാനമേള നടക്കുമ്പോൾ സമാനമായ രംഗങ്ങളും ഇവിടെ അരങ്ങേറുന്നുണ്ട്. അത് ഒമാനികളാണ് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം മ്യൂസിക്കിന് നമുക്ക് ഭാഷയില്ല, എല്ലാവരെയും ആകർഷിക്കും. എസ്പെഷ്യലി വളരെ വേഗത്തിലുള്ള മ്യൂസിക്കാകുമ്പോൾ, ദ്രുതതാളത്തിലുള്ള മ്യൂസിക്കാകുമ്പോൾ. ഹിന്ദി പാട്ടുകളാണ് അവർ കൂടുതലും പാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ വേദി വിട്ടിരിക്കുകയാണ്. വേദിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ. ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണണം. അതിമനോഹരമായിട്ട് മസ്കറ്റ് നൈറ്റ്സിൻ്റെ ഒരു കവാടം സൃഷ്ടിച്ചിട്ടുണ്ട്. ലൈറ്റിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. LED പാനൽസ് വെച്ചിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ലൈറ്റിംഗ് ആണ്. ഒരു ഇന്ത്യൻ ഫാമിലിയാണ് തോന്നുന്നു നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. കുട്ടികളെ ആകർഷിക്കുന്ന ഒരുപാട് കാർട്ടൂൺ രൂപങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ലൈറ്റിംഗ് കൂടെ ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾക്കതൊരു നല്ല അനുഭവമായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ഇത്തരം വീഡിയോകളായിട്ട് വരുന്നത്.